തീർച്ചയായും ഈ വാർഡ് LDF തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്ന നല്ല ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ മുന്നേറുന്നത്. ഇത്തവണ ഈ വികസന മുരടിപ്പിനൊരു പരിഹാരം കാണാൻ വേണ്ടി ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരുടെ പ്രതികരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചാനലുകാരെ കാണുമ്പോൾ മാത്രം അല്ലല്ലോ ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത്. ഈ ക്വാറിയിൽ നിന്ന് പോകുന്ന വാഹനങ്ങളുടെ പൊടി കാരണം ജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്. പക്ഷേ ഈ വാർഡിലെ കൗൺസിലറോ ബന്ധപ്പെട്ടവരോ ഇന്ന് വരെ അതിനെതിരെ ഒരു പ്രതിഷേധമോ ഉണ്ടായിട്ടില്ല. LDF നഗരസഭ ഭരിക്കുമ്പോൾ ഇവിടെ BJP ജയിച്ചിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ലെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചെർപ്പശ്ശേരി ടൗൺ നവീകരണം നമുക്കറിയാം, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ചെർപ്പശ്ശേരി എന്ന് ജനങ്ങൾ തന്നെ നമ്മളോട് പ്രതികരിക്കുന്നൊരവസ്ഥ വന്നിരിക്കുകയാണ്. 10 വർഷം എന്ന് പറയുന്നത് വലിയ കാലയളവാണ്. ആ കാലയളവിൽ ഇവിടെ എന്ത് നടന്നു എന്ന് ചോദിച്ചാൽ സമീപ പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള വികസന മുരടിപ്പ് അല്ലെങ്കിൽ വികസനമില്ലായ്മ ഈ നാട് അനുഭവിക്കുന്നുണ്ട്. ഈ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം നേടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. 100% ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വാർഡിൽ വിജയിക്കും. നമസ്കാരം. അപ്പോൾ സ്ഥാനാർത്ഥിയോടൊപ്പം ഇന്നുമുള്ളത് ചെർപ്പശ്ശേരി നഗരസഭയിലെ 33-ാം വാർഡ് നാലാലുംകുന്നിൽ തന്നെയാണ്. നാലാലുംകുന്നിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന C. അനന്തനാരായണനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അനന്തനാരായണൻ CPM-ലെ DYFI-ലൊക്കെ ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്ന ആളാണ്, യുവ നേതാവാണ്. പ്രചരണവുമായി കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ നടക്കുന്നു, അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്ത് പറയുന്നു ഒരു പ്രതികരണം? വലിയ ആവേശകരമായ പ്രതികരണമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായും ഈ വാർഡ് LDF തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്ന നല്ല ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ മുന്നേറുന്നത്. എങ്ങനെ പോകുന്ന ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മളറിയാം 2 വർഷം BJP-യോടൊപ്പം നിന്ന വാർഡാണ്. നഗരസഭ രൂപീകരിക്കപ്പെട്ടത് മുതൽ BJP-യോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാർഡാണ് ഇത്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് CPM താങ്കളെപ്പോലുള്ളൊരു യുവ നേതാവിനെ ഏൽപ്പിച്ചത്. അതെ, തീർച്ചയായിട്ടും നമ്മളെ പാർട്ടി ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്തം നമ്മൾ പാർട്ടി എന്ന നിലയ്ക്ക് പാർട്ടി ഏൽപ്പിച്ച ഏത് ഉത്തരവാദിത്തവും നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ഈ വാർഡിലുള്ള ഒരു വികസന മുരടിപ്പ് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു പ്രതിഷേധമായി നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഇത്തവണ ഈ വികസന മുരടിപ്പിനൊരു പരിഹാരം കാണാൻ വേണ്ടി ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരുടെ പ്രതികരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്തൊക്കെ വിഷയങ്ങളാണ് ഇപ്പോൾ ജനങ്ങളെയൊക്കെ കുറച്ച് ദിവസമായല്ലോ ഇറങ്ങി ചെല്ലുന്നു നമ്മൾ, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? ഈ വാർഡിലെ വികസന പ്രശ്നങ്ങൾ തന്നെയാണ് മുഖ്യ ചർച്ച. അതിൽ തന്നെ പ്രാദേശികമായ റോഡുകൾ, ഇപ്പോൾ നമ്മൾ ഈ മുമ്പിൽ കാണുന്ന റോഡുകളൊക്കെ, ഈ റോഡൊക്കെ കഴിഞ്ഞ 10 വർഷം മുമ്പ് ഇവിടെ മത്സരിക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള ആളുകൾ തന്നെ പ്രകടന പത്രികയിൽ ഇത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് വീണ്ടും 5 വർഷം കഴിഞ്ഞ് അതേ പ്രകടന പത്രിക തന്നെ ആവർത്തിച്ചു. ഇപ്പോൾ വീണ്ടും ഈ വർഷവും 3ാമത്തെ ടേമും അതേ കാര്യം തന്നെ ആവർത്തിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രാദേശിക റോഡുകൾ, അതുപോലെ തന്നെ ആവശ്യമായ മറ്റുള്ള വാർഡുകളിലൊക്കെ, സമീപ പ്രദേശങ്ങളിലൊക്കെ ഉള്ള വാർഡുകളിലൊക്കെ ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം സ്ട്രീറ്റ് ലൈറ്റുകൾ, എല്ലാ വീടുകളിലേക്കും കുടിവെള്ള കണക്ഷൻ. പക്ഷേ ഈ വാർഡിൽ അതെല്ലാം അന്യമായി നിൽക്കുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാദേശികമായ റോഡുകൾ, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ്, കുടിവെള്ളം, ഇത്തരം വിഷയങ്ങളിലെല്ലാം ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. ഈ കാര്യങ്ങളൊന്നും കൃത്യമായി അറിയുന്നില്ല, അതവർക്ക് ലഭിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിയും. ആ തിരിച്ചറിവ് തന്നെ ഈ വാർഡിലെ വികസനത്തിന് വേണ്ടി LDF-ന് അവർ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക്
വിശ്വസിക്കുന്നു. കോറിയൊക്കെയാണല്ലോ ഈ വാർഡിൽ നിലനിൽക്കുന്ന ഒരു കോറിയൊക്കെയാണ് കൗൺസിലിലൊക്കെ സ്ഥിരം ഒരു വിഷയമായിട്ടും ചർച്ചയായിട്ടൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നു. തീർച്ചയായും ഇതിൽ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇതിൽ ചർച്ച ചെയ്യും. പക്ഷേ നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചാനലുകാരെ കാണുമ്പോൾ മാത്രം അല്ലല്ലോ ഈ കോറിയുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത്. ഇപ്പോൾ ഈ കോറിയിൽ നിന്ന് ഈ വാർഡിലല്ല സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കൂടി ഈ കോറിയിൽ നിന്ന് പോകുന്ന വാഹനങ്ങളുടെ പൊടി കാരണം ജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്. പക്ഷേ ഈ വാർഡിലെ കൗൺസിലറോ ബന്ധപ്പെട്ടവരോ ഇന്ന് വരെ അതിനെതിരെ ഒരു പ്രതിഷേധമോ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഈ പൊടിക്കെതിരെ വലിയ പ്രസംഗം നടത്തുന്നവർ യഥാർത്ഥത്തിൽ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് ഒരു പ്രതിഷേധം പോലും ഈ വാർഡിൽ നടത്തിയിട്ടില്ല. ഇതൊരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കിൻ്റെ ഭാഗമായി നടത്തിയതാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും. ഈ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യത്തെ 100 ദിവസത്തിനകം തന്നെ ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ചില പരിപാടികളുണ്ട്. അത് ഒന്നാമത്തത് ഈ വാർഡിലെ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുടിവെള്ള കണക്ഷൻ എല്ലാ വീടുകളിലേക്കും ആവശ്യമായ വീടുകളിലേക്കെല്ലാം 100 ദിവസത്തിനകം കുടിവെള്ള കണക്ഷൻ, അതുപോലെ തന്നെ ആവശ്യമായ ഇടങ്ങളിലെല്ലാം സ്ട്രീറ്റ് ലൈറ്റ്, നാലാലുംകുന്നിലൊരു മിനി മാസ്റ്റ് ലൈറ്റ്, ഇത്തരത്തിൽ അതുപോലെ തന്നെ പൂടിയിൽ റോഡ്, അതുപോലെ പുളിയങ്കുന്ന് റോഡ്, ഇത്തരം അത്യാവശ്യമുള്ള റോഡുകളിലെല്ലാം അതിൻ്റെ വർക്കിനുള്ള നടപടികൾ കൃത്യമായി 100 ദിവസത്തിനകം ആരംഭിക്കും. അതുപോലെ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുമായി കൃത്യമായി പങ്കുവയ്ക്കും. കൃത്യമായും ഈ വാർഡിലെ വികസന മുരടിപ്പിന് പരിഹാരം കാണാനുള്ള കൃത്യമായ സമയബന്ധിതമായൊരു നടപടി കൈക്കൊള്ളും എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇപ്പോൾ നഗരസഭയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM തന്നെയാണ്, കൂടുതൽ ഇടതുപക്ഷം തന്നെയാണ്. കൂടുതൽ സീറ്റുകൾ ഇത്തവണ നേടുന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അതിലൊന്ന് ഈ സീറ്റായിരിക്കും തന്നെ നമുക്ക് പറയാം. തീർച്ചയായും ഇത്തവണ ഈ സീറ്റ് വികസനത്തിനൊപ്പം നിൽക്കും എന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങൾ വികസന മുരടിപ്പ് കൊണ്ട് ഒരു തരത്തിലുള്ള വികസനവും എത്താതെ നമുക്ക് ഒരു LDF നഗരസഭ ഭരിക്കുമ്പോൾ ഇവിടെ BJP ജയിച്ചിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ലെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ അവരുടെ അനുഭവത്തിൽ നിന്നാണ്, അല്ലാതെ രാഷ്ട്രീയമായിട്ടുള്ള മനസ്സിലാക്കലല്ല. കഴിഞ്ഞ 10 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഈ വാർഡിൽ BJP ജയിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഈ വാർഡിനൊരു നേട്ടവും ഉണ്ടാവില്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ വാർഡ് ഇത്തവണ LDFനെ ജയിപ്പിക്കുമെന്ന് ഈ വാർഡിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ ഈ നിങ്ങൾ വോട്ടൊക്കെ അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വികസനം തന്നെയാണ്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയതും അതോടൊപ്പം തന്നെ ഈ ചെർപ്പളശ്ശേരി നഗരസഭാ ഭരണസമിതി നടപ്പിലാക്കിയ സമാനതകളില്ലാത്ത വികസനവും തന്നെയാണ്. അതിൽ പെൻഷൻ ഉൾപ്പെടെയുള്ളത്, പുതിയ സ്ത്രീകൾക്കുൾപ്പെടെ പെൻഷൻ പ്രഖ്യാപിച്ചത്, നിരവധിയായ റോഡുകൾ, ചെർപ്പളശ്ശേരി ടൗൺ നവീകരണം. നമുക്കറിയാം, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ചെർപ്പളശ്ശേരി എന്ന് ജനങ്ങൾ തന്നെ നമ്മളോട് പ്രതികരിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള വികസനങ്ങൾ, അതുവരെ സമഗ്ര കുടിവെള്ള പദ്ധതി, ഇതെല്ലാം കാണുന്നത് ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ സ്റ്റേഡിയം ആകുന്നത്, ഈ നേട്ടങ്ങളെല്ലാം വലിയ രീതിയിൽ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ നേട്ടം ഈ നാട്ടിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ഒരു യുവ നേതാവ് കൂടിയാണല്ലോ, അതുകൊണ്ട് തന്നെ യുവാക്കളെയൊക്കെ സമീപിക്കുന്നുണ്ടാവും. പോകുമ്പോൾ കാണുമ്പോൾ യുവ പ്രാതിനിധ്യം ആണ് വരുന്നത് എന്നുകൊണ്ട് തന്നെ അത്തരം ആവശ്യങ്ങളൊക്കെ യുവാക്കളൊക്കെ കാണുമ്പോൾ അവരൊക്കെ എന്താണ് സംസാരിക്കുന്നത്? തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് യുവാക്കളുടെ ഭാഗത്തുനിന്ന് ഇവിടെ പൊതുവായി തൂത പ്രദേശത്തൊരു ഗ്രൗണ്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ
പ്രകടന പത്രിക നോക്കിയാൽ അറിയാം. ഈ തൂത പ്രദേശത്ത് ഒരു ഗ്രൗണ്ട് സ്ഥാപിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി തീർച്ചയായും അതിന് നടപടി എടുക്കും, അത് യാഥാർത്ഥ്യമാക്കുമെന്ന ഉറപ്പ് പ്രകടന പത്രികയിലൂടെ തന്നെ ഇടതുപക്ഷം നൽകിയിരിക്കുകയാണ്. അത് വളരെ പ്രധാനമായും യുവാക്കളുടെ ഏറ്റവും വലിയ ഒരാവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് ഒരു മൈതാനം എന്നുള്ളത് തന്നെയാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറുമാണ്. ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി പ്രധാനമായും മത്സരരംഗത്തുള്ള കഴിഞ്ഞ തവണ മത്സരിച്ച ആൾ തന്നെയാണ്, മത്സരിച്ച ഒരാൾ തന്നെയാണ്, BJPയുടെ നേതാവ് തന്നെയാണ് അദ്ദേഹം. അവർ ജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിനാണ് അവരും മുന്നോട്ട് പോകുന്നത്. എതിർ സ്ഥാനാർത്ഥിയുടെ ഒരു നിലപാടിനെ കുറിച്ച് എന്താ? തീർച്ചയായും ഏത് സ്ഥാനാർത്ഥിയും അവർ ജയിക്കുമെന്ന് തന്നെയാണ് ഇലക്ഷനിൽ പറയുക. പക്ഷേ ഈ വാർഡിലെ ജനങ്ങൾ അത് നിങ്ങളൊക്കെ ഉത്സവ കമ്മിറ്റിയിലൊക്കെ തീർച്ചയായും കഴിഞ്ഞ ഒരു 10-15 വർഷമായി തൂത ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉത്സവ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ അതുമായി സഹകരിക്കുന്നവരാണ്. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ 10 വർഷം എന്ന് പറയുന്നത് വലിയ കാലയളവാണ്. ആ കാലയളവിൽ ഇവിടെ എന്ത് നടന്നു എന്ന് ചോദിച്ചാൽ സമീപ പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള വികസന മുരടിപ്പ് അല്ലെങ്കിൽ വികസനമില്ലായ്മ ഈ നാട് അനുഭവിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ള കണക്ഷൻ നൽകാൻ ചെർപ്പശ്ശേരി നഗരസഭാ ഭരണസമിതിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പല വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ആ വിഷയം അവരറിഞ്ഞിട്ടില്ല. അവർക്ക് പൈപ്പിൻ്റെ കണക്ഷൻ വേണം. പല സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ആവശ്യമായി മുന്നോട്ട് വരികയാണ്. ഇത്തരത്തിൽ അതുപോലെ തന്നെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൃത്യമായി പങ്കെടുത്ത് ഈ വാർഡിലെ വിഷയങ്ങൾ ഉന്നയിക്കാൻ പോലും ഇവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധി തയ്യാറായിട്ടില്ല എന്നത് വളരെ ഖേദകരമാണ്. അതിനെതിരെ ഒരു പ്രതികരണം തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. വിജയം സുനിശ്ചിതമാണ്. തീർച്ചയായും ഈ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം നേടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. 100% ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വാർഡിൽ വിജയിക്കും. എന്തായാലും 33-ാം വാർഡ് തൂതയിൽ നാലാലംകുന്നിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി C. അനന്തനാരായണനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്. പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹവും പ്രചരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ കയ്യിലുള്ള ഈ വാർഡ് ഇത്തവണ ഇടത്തോട്ട് ചായും. ഇടത് മുന്നണിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് അക്കാര്യത്തിൽ എന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയായ C. അനന്തനാരായണൻ ഇപ്പോൾ നമ്മോട് പറഞ്ഞത്. അദ്ദേഹം പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. വീടുകൾ കയറിയുള്ള പ്രചരണത്തിലാണ് ഈ അവസാന ഘട്ടത്തിൽ അദ്ദേഹമുള്ളത്. ഓരോ വോട്ടും ഇത്തവണ വിടാതെ ഇടതു മുന്നണിയിലേക്ക് ചായും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എന്തായാലും താങ്ക് യു, ഞങ്ങളുടെ പഞ്ചേർന്നതിന് നന്ദി.